വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ആ സിദ്ധൻ പറഞ്ഞതനുസരിച്ച് സുസ്മിതയെ കാത്തൊരു സ്ഥലത്തേക്ക് മാറി നിൽക്കുകയാണ് രോഹിത്. ഇതേസമയം സുസ്മിതയും സത്യഭാമയും വിഷ്ണുവും ശാലിനിയും ഒക്കെ ക്ഷേത്രത്തിലേക്ക് എത്തുന്നുണ്ട്. അന്നേരം പടിക്കെട്ട് കയറാൻ നേരം സുസ്മിത അത് മുടക്കാനായിട്ട് വീണ്ടും ചോദിക്കുകയാണ്, അല്ല ഭാമാൻറ്റി, സിദ്ധൻ ഇവിടെ ഇല്ലെങ്കിൽ നമ്മുടെ യാത്ര വെറുതെ ആവില്ലേ എന്ന്. അന്നേരം ഒഴിവ് കഴിവുകൾ ഓരോന്ന് പറയാതെ ഇരിക്ക് സുസ്മിതയെന്ന് ശാലിനി പറയുകയാണ്. അന്നേരം സിദ്ധൻ ഇല്ലെങ്കിലും സുബ്രഹ്മണ്യ സ്വാമി ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് തൊഴുതിട്ട് പോകാമെന്ന് പറഞ്ഞ് സത്യഭാമ മുന്നോട്ട് നടക്കുകയാണ്. അന്നേരം വിഷ്ണുവും കളിയാക്കുന്നുണ്ട്, എൻ്റെ പൊന്നു സുസ്മിതയെ ഒന്ന് നടക്കുമെന്നും പറഞ്ഞ്. തുടർന്ന് അവർ അമ്പലത്തിലേക്ക് കയറുകയാണ്. തുടർന്ന് സുസ്മിതയും സത്യഭാമയും പടിക്കെട്ട് അങ്ങോട്ട് കയറുകയാണ്. തുടർന്ന് ശാലിനി ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് അങ്ങോട്ട് കാലെടുത്ത് വയ്ക്കുമ്പോഴേ കാല് തെന്നുന്നുണ്ട്. തുടർന്ന് വിഷ്ണുവിൻ്റെ തോളിലേക്കാണ് ശാലിനി വീഴുന്നത്. വിഷ്ണു നന്നായിട്ട് മുറുകെ പിടിക്കുന്നുമുണ്ട്. ആ ശബ്ദം കേട്ട് സത്യഭാമയും സുസ്മിതയും തിരിഞ്ഞു നോക്കുകയാണ്. അന്നേരം ഇവിടെ വെച്ചും ഇത്ര പരസ്യമായിട്ടും ഇതിനൊന്നും നാണമില്ലേന്നും പറഞ്ഞ് സുസ്മിത ആ കാഴ്ച കണ്ട് ദേഷ്യപ്പെടുകയാണ്. അന്നേരം എന്താടാന്ന് സത്യഭാമ ചോദിക്കുന്നുണ്ട്. ശാലിനി വീഴാൻ പോയി, ഞാൻ പിടിച്ചതാണ് എന്ന് വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം എന്നെ അങ്ങോട്ട് പിടിവിടുമെന്നും പറഞ്ഞ് ശാലിനിയുടെ വിഷ്ണുവിൻ്റെ കൈ പിടിച്ചു മാറ്റിയിട്ട് സുസ്മിത വീണ്ടും സ്റ്റെപ്പ് കയറാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ അന്നേരവും ശാലിനി വീഴാനായിട്ട് പോകുന്നു. വിഷ്ണു വീണ്ടും പിടിക്കുകയാണ്. അന്നേരവും ഇനി എന്താണെന്നും പറഞ്ഞ് സത്യഭാമയും സുസ്മിതയും തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. വീണ്ടും ശാലിനി വീഴാൻ പോയി, ഞാൻ പിടിക്കുകയാണ് എന്നൊക്കെ വിഷ്ണു പറയുകയാണ്. തുടർന്ന് നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്നും പറഞ്ഞ് സുസ്മിതയും കൂട്ടി സത്യഭാമ അങ്ങ് സ്റ്റെപ്പ് കയറി പോകുന്നുണ്ട്. തുടർന്ന് ശാലിനിക്ക് സ്റ്റെപ്പ് കയറാനായിട്ട് സാധിക്കുന്നില്ല. കാല് നന്നായിട്ട് വേദനിക്കുകയാണ്. വിഷ്ണുവേട്ടൻ കൂടെ പോയിട്ട് വാ, ഞാൻ കാറിൽ പോയിരുന്നോളാം എന്ന് ശാലിനി പറയുന്നുണ്ട്. അന്നേരം അത് വേണ്ട, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് വിഷ്ണു പറയുകയാണ്. അതിനൊന്നും വേണ്ടി കുഴപ്പമൊന്നുമില്ല, എന്തെങ്കിലും ബാമിട്ട് തടവിയാൽ തീരാവുന്നതേ ഉള്ളൂ. സത്യാമ്മ മാത്രമേ ഉള്ളെങ്കിൽ സുസ്മിതയുടെ കല്യാണക്കാര്യമൊന്നും സിദ്ധനെന്ന് അറിയാൻ പറ്റില്ല. അവൾ എന്തെങ്കിലും ബുദ്ധി പ്രയോഗിച്ച് സത്യാമ്മയെ കബളിപ്പിച്ചു പോകും. വിഷ്ണുവേട്ടൻ കൂടെ ചെല്ലുമെന്ന് ശാലിനി പറയുകയാണ്. പക്ഷേ വിഷ്ണു ശാലിനിയെ ഇല്ലാതെ പോകാനായിട്ട് തയ്യാറാകുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും താനും കൂടെ ഇല്ലെങ്കിൽ ഞാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് വിഷ്ണു അങ്ങ് നിൽക്കുകയാണ്. അതിപ്പോൾ എന്ത് ചെയ്യാനാ, എനിക്ക് നടക്കാൻ പറ്റില്ലല്ലോ എന്നും പറഞ്ഞ് ശാലിനി നിൽക്കുകയാണ്. ഇപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വിഷ്ണു ചെന്ന് ശാലിനി അങ്ങ് രണ്ട് കയ്യിൽ നീട്ടി അങ്ങ് എടുക്കുകയാണ്. രണ്ട് കയ്യിലേക്ക് എടുത്തിട്ട് സ്റ്റെപ്പ് കയറുകയാണ്. അന്നേരം ഇത് കണ്ട് ദേഷ്യപ്പെട്ട് സുസ്മിത മുകളിലെത്തി നിൽക്കുന്നുണ്ട്. എന്തൊക്കെ കാണണം, ഭാമാൻറ്റിയോട് ചെന്ന് പറഞ്ഞാലോ എന്നൊക്കെ സുസ്മിത ആലോചിച്ച് നിൽക്കുകയാണ്. അന്നേരവും വിഷ്ണുവിൻ്റെ കൈകളിൽ ഇങ്ങനെ കിടന്നുകൊണ്ട് അമ്മ കാണും, വിഷ്ണുവേട്ട എന്നെ താഴെ ഇറക്ക് എന്നൊക്കെ ശാലിനി പറയുന്നുണ്ട്. അമ്മ കണ്ടോട്ടെ, അതിനിപ്പോൾ എന്താ എന്നും പറഞ്ഞ് ശാലിനിയും എടുത്തുകൊണ്ട് വിഷ്ണു സ്റ്റെപ്പ് കയറുകയാണ്. ഇനിയും കിടന്ന് ബഹളമുണ്ടാക്കിയാൽ ഈ അമ്പലത്തിന് പുറത്ത് ഞാനിപ്പോൾ ഒരു ഉപദേവതയെ പ്രതിഷ്ഠിക്കും എന്ന് വിഷ്ണു പറയുകയാണ്. അയ്യോ വേണ്ട എന്നും പറഞ്ഞ് ശാലിനി ചുറ്റും നോക്കിയിട്ട് വിഷ്ണുവിൻ്റെ കൈകളിൽ മിണ്ടാതെ അങ്ങനെ കിടക്കുകയാണ്. ആൾക്കാരൊക്കെ കണ്ടാൽ എന്ത് വിചാരിക്കുമെന്ന് ശാലിനി ചുറ്റും നോക്കി പറയുന്നുണ്ട്. അന്നേരം വിഷ്ണു അവൻ്റെ ഭാര്യയും കൊണ്ട് അമ്പലത്തിലേക്ക് പോകുന്നു എന്ന് വിചാരിക്കും. മിണ്ടാതെ അവിടെ അടങ്ങിക്കിടക്കുമെന്ന് വിഷ്ണു പറയുകയാണ്. അന്നേരം സുസ്മിത മുകളിൽ നിന്ന് ശാലിനിയെ വിഷ്ണു എടുത്തുകൊണ്ട് വരുന്നത് നോക്കി അങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുകയാണ്. തുടർന്ന് സുസ്മിതയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ് ശാലിനിയെ വിഷ്ണു. അന്നേരം നാണമില്ലേ, അപാര തൊലിക്കെട്ടി തന്നെയെന്നൊക്കെ സുസ്മിത ദേഷ്യപ്പെടുന്നുണ്ട്. എന്തിനാ നാണിക്കണമെന്ന്, ഇതെൻ്റെ ഭാര്യയല്ലേ, മോളെ ഇനി എടുക്കണമെന്ന് സ്നേഹത്തോടു കൂടി വിഷ്ണു ശാലിനിയോട് ചോദിക്കുകയാണ്. അന്നേരം ശാലിനിക്ക് ചിരി വരുന്നുണ്ട്. എന്നാലും വേണ്ട എന്ന് തിരിച്ച് ശാലിനി പറയുന്നുണ്ട്. തുടർന്ന് സുസ്മിതയെ മൈൻഡ് ചെയ്യാതെ ശാലിനിയും വിഷ്ണുവും കൂടി അങ്ങ് അമ്പലത്തിലേക്ക് പോവുകയാണ്. പുറകെ സുസ്മിതയും പോകുന്നുണ്ട്. ഇതേസമയം രോഹിത് സുസ്മിതയെ അന്വേഷിക്കുകയാണ് അമ്പലം മുഴുവനും. സിദ്ധൻ പറഞ്ഞതല്ലേ, എന്തായാലും അവൾ ഇവിടേക്ക് വരും, അമ്പലം മുഴുവൻ തരാമെന്നും പറഞ്ഞ് അമ്പലത്തിന് ചുറ്റുമൊക്കെ സുസ്മിതയെ തേടുകയാണ് രോഹിത്. അതേസമയം സുസ്മിത സത്യഭാമയോട് ഇതൊക്കെ അന്ധവിശ്വാസമല്ലേ, നമുക്ക് സിദ്ധനെ കാണാൻ പോകണമെന്നൊക്കെ തിരക്കുകയാണ്. അന്നേരം ശാലിനി ചോദിക്കുകയാണ്, നീ എന്നെ കർപ്പൂരവും കയ്യിൽ വെച്ച് ഇഴപ്പിച്ചത് 19-ാം നൂറ്റാണ്ടിൽ അല്ലേ, ഇത് പിന്നെ 21-ാം നൂറ്റാണ്ടല്ലേ, അന്ന് പിന്നെ നിനക്ക് അന്ധവിശ്വാസമൊന്നും ഇല്ലായിരുന്നോ എന്നൊക്കെ തിരിച്ച് ശാലിനി ചോദിക്കുകയാണ്. തുടർന്ന് സത്യഭാമ പറയുകയാണ്, എന്തായാലും നമുക്ക് സിദ്ധനെ പോയി കാണാമെന്ന്. അങ്ങനെ സത്യഭാമയും വിട്ട് സുസ്മിത സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന രോഹിത്തിനെ കാണുന്നത്. രോഹിത്തിനെ കണ്ട് പെട്ടെന്ന് സാരി കൊണ്ട് മുഖം മറച്ചിട്ട് സുസ്മിത അങ്ങ് ഒരു മരത്തിൻ്റെ ചുവട്ടിലേക്ക് ഒളിച്ചു നിൽക്കുകയാണ്. അന്നേരം ഇവളെന്തായി കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു നോക്കി നിൽക്കുന്നുണ്ട്. തുടർന്ന് മരത്തിൻ്റെ പിറകിൽ തന്നെ ഒളിച്ചു നിന്നിട്ട് രോഹിത കാണാതെ ബാ ആൻറ്റി, നമുക്ക് സിദ്ധനെ കാണാമെന്ന് പറയുകയാണ്. അന്നേരം നീയല്ലേ പറഞ്ഞത് പോകണ്ട എന്ന് സത്യഭാമ ചോദിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് വിശ്വാസം വന്നു, ഈ അമ്പലനടയിൽ വന്നപ്പോൾ എന്തോ ഒരു തേജസ് ഉള്ളതുപോലെ നമുക്ക് കാണാമെന്ന് സുസ്മിത പറയുകയാണ്. അത് രോഹിത്തിൽ നിന്നും രക്ഷപ്പെട്ട് അവിടെ നിന്നും മാറിപ്പോകാൻ വേണ്ടിയാണ് സുസ്മിത പറയുന്നത്.
അന്നേരം രോഹിത് നോക്കുമ്പോൾ സത്യഭാമയും വിഷ്ണുവിനെയും ശാലിനിയും മാത്രമേ കാണുന്നുള്ളൂ. മരത്തിൻ്റെ പുറകിൽ നിൽക്കുന്ന സുസ്മിതയെ രോഹിത് കാണുന്നില്ല. തുടർന്ന് രോഹിത് അങ്ങ് പോകുമ്പോൾ വീണ്ടും സുസ്മിത ഇന്ന് വെള്ളിയാഴ്ചയല്ലേ ആൻറ്റി, പോണോന്നും പറഞ്ഞ് നിൽക്കുകയാണ്. ദേ പെണ്ണെ, ഇത് അമ്പലമുറ്റമാണ്, എൻ്റെ കയ്യിൽ നിന്ന് നീ വീക്ക് വാങ്ങിക്കരുത് എന്ന് സത്യഭാമ ദേഷ്യത്തോടെ പറയുകയാണ്. അന്നേരം പോകാം ആൻറ്റി എന്ന് സുസ്മിത പറയുകയാണ്. ഒന്ന് നടക്കൂ മാഡം എന്നൊക്കെ വിഷ്ണു കളിയാക്കുന്നുണ്ട്. അന്നേരം പിറകെ നടക്കുന്ന ശാലിനി പതിയെ പതിയെ കാല് ഞൊണ്ടി ഞൊണ്ടിയാണ് നടക്കുന്നത്. ശാലിനി ചോദിക്കുന്നുണ്ട്, എന്താ വിഷ്ണു ഏട്ടാ ഈ വെള്ളിയാഴ്ചയ്ക്ക് ഇത്ര പ്രത്യേകത എന്ന്. അന്നേരം അന്ന് അവരുടെ ഫാമിലി മീറ്റിംഗ് അല്ലേ ഈ കരിമ്പനയുടെ മുകളിൽ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു കളിയാക്കുന്നുണ്ട്. തുടർന്ന് മുന്നോട്ട് നടക്കുന്ന ശാലിനി വീണ്ടും വീഴാൻ പോവുകയാണ്. അന്നേരം ശാലിനിയുടെ കയ്യിൽ വിഷ്ണു പിടിച്ചുകൊണ്ട് പറയുകയാണ്, ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എടുക്കാമെന്ന്, എടുക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണുവിൻ്റെ കൈയും കൊണ്ട് തട്ടി മാറ്റിയിട്ട് വേണ്ട എന്ന് ശാലിനി പറയുന്നു. എങ്കിൽ പിന്നെ നടന്നാട്ടെ എന്നും പറഞ്ഞ് വഴി കാണിക്കുകയാണ് വിഷ്ണു. തുടർന്ന് അവർ സിദ്ധൻ്റെ മുമ്പിൽ എത്തുന്നുണ്ട്. ആകെ ശ്രദ്ധിക്കാതെ സുസ്മിത നിൽക്കുകയാണ്. അന്നേരം ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നൊക്കെ ഭാമ പറയുന്നുണ്ട്. അന്നേരം സുസ്മിതയെ ഒന്ന് നോക്കിയിട്ട് സർപ്പസാന്നിധ്യം എന്ന് പറയുകയാണ് സ്വാമി. തുടർന്ന് മംഗല്യമാണ് വിഷയം, അത് വേണമെന്ന നിർബന്ധമാണോ എന്ന് സ്വാമി തിരക്കുകയാണ്. അന്നേരം എന്തുകൊണ്ടാണ് സ്വാമി അങ്ങനെ പറയുന്നതെന്ന് സത്യഭാമ ചോദിക്കുകയാണ്. അന്നേരം സ്വാമി കുറേ തത്വങ്ങളൊക്കെ പറയുന്നുണ്ട്. അന്നേരം വീണ്ടും അവിടേക്ക് രോഹിത്തും എത്തുന്നുണ്ട്. രോഹിത്തിനെ കണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഒരു ഫ്ലെക്സിൻ്റെ മറവിലേക്ക് സുസ്മിത മാറുന്നുണ്ട്. സ്വാമി അത് ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ആസന്നമായത് വന്നു ചേരുക തന്നെ ചെയ്യും എന്ന് രോഹിതിനെയും സുസ്മിതയെയും നോക്കിയിട്ട് സ്വാമി പറയുന്നുണ്ട്. തുടർന്ന് മംഗല്യയോഗ്യത്തിന് തടസ്സങ്ങളുണ്ട്, ചെയ്തു പോയ പാപങ്ങൾ തന്നെയാണ് അതിന് തടസ്സമെന്നൊക്കെ സ്വാമി പറയുകയാണ്. അന്നേരം ആ ഫ്ലെക്സിൻ്റെ മറവിൽ നിന്നുകൊണ്ട് തന്നെ സുസ്മിത പറയുന്നുണ്ട്, കഴിഞ്ഞ ജന്മത്തിലെ പാപങ്ങളായിരിക്കും സ്വാമി ഉദ്ദേശിച്ചതെന്ന്. തുടർന്നും രോഹിത് നോക്കുമ്പോൾ സുസ്മിതയെ കാണുന്നില്ല. രോഹിത് അവിടെ നിന്നും അങ്ങ് മാറിപ്പോകുന്നുണ്ട്. തുടർന്ന് അതിന് പരിഹാരം സത്യഭാമ തിരക്കുമ്പോൾ പരിഹാരമുണ്ട്. മലമൂട്ടി ക്ഷേത്രത്തിൽ കാപ്പുകെട്ടി ഒരു ദിവസം കുട്ടി ഉപവാസം ഇരിക്കേണ്ടി വരുമെന്ന് സ്വാമി പറയുകയാണ്. വനമൂർത്തി ക്ഷേത്രമാണ് സ്വാമി പറയുന്നത്. ഉഗ്രശക്തിയുള്ള ആ ക്ഷേത്രത്തിൽ തന്നെ ഉപവാസം ഇരിക്കണം. അതിന് മുടക്കം വരുത്തിയാൽ ഉള്ളിലുള്ള അസുരൻ പുറത്തു വരും, പിന്നെ ഒരു മരണത്തിന് തന്നെ മുതിരും. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കരുത്, തുടർച്ചയായി ഉപവാസം എടുക്കണമെന്ന് സ്വാമി പറയുകയാണ്. അത് കേട്ട് ആകെ പേടിച്ച് ആരുടെ കാര്യമാണ് സ്വാമി പറയുന്നതെന്ന് സത്യഭാമ തിരക്കുന്നുണ്ട്. അന്നേരം ഒരു കൈക്കുഞ്ഞിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നതെന്ന് സ്വാമി പറയുകയാണ്. അന്നേരം സുസ്മിത ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. സുസ്മിത അങ്ങ് രോഹിത്തിനെ അവിടെയൊക്കെ മാറി മാറി നോക്കുകയാണ്. അന്നേരം ആകെ അങ്ങ് പേടിക്കുകയാണ് ശാലിനിയും വിഷ്ണുവും ഒക്കെ. തുടർന്ന് തെളിച്ച് പറയാമോ എന്നൊക്കെ സത്യഭാമ പറയുന്നുണ്ട്. അതൊന്നും പറയാനായിട്ട് എനിക്ക് സാധിക്കില്ല, കൂടുതൽ അറിയാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ പറഞ്ഞ പൂജകളും കാര്യങ്ങളും ഒക്കെ ചെയ്യാനായിട്ട് സ്വാമി നിർദ്ദേശിക്കുന്നു. തുടർന്ന് എല്ലാവരും സ്വാമിയുടെ അടുത്ത് നിന്നും പോകാനായിട്ട് തുടങ്ങുമ്പോൾ ഭവതി ഒരു നിമിഷം നിൽക്കുമെന്ന് സത്യഭാമയോട് പറയുന്നുണ്ട്. അന്നേരം അത് കേട്ട് എല്ലാവരും നമസ്കാരം പറഞ്ഞിട്ട് പോകുന്നു. സുസ്മിതയും ഓടിപ്പോവുകയാണ്. അതുകൊണ്ട് വിഷ്ണു എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കറിയില്ല എന്നൊക്കെ ശാലിനി പറയുകയാണ്. തുടർന്ന് ശാലിനിയുടെ കൈയും പിടിച്ച് വിഷ്ണു നടന്നങ്ങ് പോകുന്നുണ്ട്. തുടർന്ന് സത്യഭാമയോട് സ്വാമി പറയുകയാണ്, നിൽക്കാൻ പറഞ്ഞത് ഞാനൊരു കഥ പറയാനാണ്. ശ്രീരാമന് 3 ഭാര്യമാരും 4 മക്കളും ഉണ്ടായിരുന്നു. പക്ഷേ അവർ തമ്മിൽ പരസ്പരം പല അമ്മമാരുടെ മക്കളാണെന്ന് പോലും അറിയാതെ അവർ സ്നേഹിച്ചാണ് വളർന്നിരുന്നത്. പക്ഷേ അവർ കലഹിക്കാൻ കാരണം അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ലായിരുന്ന ആ കൊട്ടാരത്തിൽ തന്നെ ഉണ്ടായിരുന്ന മന്ദര എന്ന സ്ത്രീ കാരണമാണ് എന്ന് സ്വാമി പറഞ്ഞു നിർത്തുകയാണ്. അന്നേരം സത്യഭാമ ഒന്നും മനസ്സിലാകാതെ ഇത് പറയാനുള്ള കാരണം എന്താണ് എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഈ കഥ മനസ്സിൽ വച്ചിരുന്നാൽ മതി എന്ന് സ്വാമി സത്യഭാമയോട് പറയുകയാണ്. ഈ സമയത്ത് രോഹിത് സത്യഭാമയുടെയും സന്യാസിയുടെയും അടുത്തേക്ക് എത്തുന്നുണ്ട്. ഇതേ സമയം രോഹിത് കാണാതെ പെട്ടെന്ന് അമ്പലത്തിൽ നിന്നും ഓടിപ്പോകാൻ ശ്രമിക്കുകയാണ് സുസ്മിത. പക്ഷേ ചെന്ന് ചാടുന്നത് രോഹിത്തിൻ്റെ മുന്നിലും. പക്ഷേ തിരിഞ്ഞു നിൽക്കുന്ന രോഹിത് സുസ്മിതയെ കാണുന്നില്ല. അന്നേരം അവിടെ നിന്നും ഓടി വേറൊരു ആൽമരത്തിൻ്റെ ചുവട്ടിലേക്ക് എത്തുമ്പോൾ എന്താടി 4 കാലും പറിച്ചുള്ള ഓട്ടമാണല്ലോ എന്നും പറഞ്ഞ് ശാലിനിയും വിഷ്ണുവും അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്. അല്ല, തൊഴുതിട്ട് പോകാമെന്ന് കരുതിയെന്നും പറഞ്ഞ് ആകെ വെപ്രാളപ്പെട്ട് സുസ്മിത പറയുന്നുണ്ട്. അല്ല, നിനക്ക് പെട്ടെന്ന് ദൈവവിചാരമൊക്കെ വന്നോ എന്ന് ശാലിനി തിരക്കുകയാണ്. അന്നേരം അവിടേക്ക് എന്താണെന്നും പറഞ്ഞ് സത്യഭാമയും വരുന്നുണ്ട്. അന്നേരം സുസ്മിതയ്ക്ക് തൊഴുവണം എന്ന് വിഷ്ണു പറയുകയാണ്. അത് നല്ല കാര്യമാണല്ലോ, നമുക്ക് തൊഴുവാമെന്ന് സത്യഭാമയും പറയുന്നു. തുടർന്ന് സുസ്മിതയും സത്യഭാമയും അങ്ങോട്ട് മുന്നോട്ട് നടക്കുമ്പോൾ ശാലിനി നടക്കുകയാണ്. അന്നേരവും ശാലിനി അങ്ങ് വീഴാൻ പോകുന്നു. എന്താ, എടുക്കാമെന്ന് വിഷ്ണു വീണ്ടും പറയുന്നു. വേണ്ട എന്നും പറഞ്ഞ് ശാലിനി വിഷ്ണുവിൻ്റെ കൈയും പിടിച്ച് നടക്കുകയാണ്. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ്. ഓക്കെ, താങ്ക് യു.